നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്തു പറഞ്ഞ് എങ്ങനെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കണമെന്ന് അറിയില്ല. സ്കോർ ബോർഡിൽ 10-ാം നമ്പർ തെളിഞ്ഞപ്പോൾ എൻ്റെ ഇടനെഞ്ചിലൂടെ പോയൊരു മിന്നൽ പിണറുണ്ട്. ഒരുപക്ഷെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ബ്രസീലിയൻ ആരാധകർ. നമ്മുടെ മോഡേൺ എറയിലെ സൂപ്പർ താരമല്ലേ നെയ്മർ ജൂനിയർ. അദ്ദേഹം കൂടി വരാതെ ഈ വേൾഡ് കപ്പ് എങ്ങനെ പൂർണ്ണമാവാനാണ്? അദ്ദേഹം ഇറങ്ങി. ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലൻഡ് മത്സരത്തിൻ്റെ 75-ാമത്തെ മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞയെ പിൻവലിച്ചുകൊണ്ട് കാർലോ അഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ കളിക്കളത്തിലേക്ക് വിട്ടു. കുറഞ്ഞ സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, അതും മതിയടോ, അതും മതി. കാത്തിരിപ്പ് അവസാനിച്ചു. നെയ്മർ ഇനി ഉണ്ടാകും ഈ വേൾഡ് കപ്പിൽ. കളി കഴിഞ്ഞിട്ട് കണ്ണീരണിയുന്നുണ്ട് നെയ്മർ. കണ്ണീരണിയുന്ന നെയ്മർ, കണ്ണ് നിറഞ്ഞ നെയ്മർ. ആരാധകരുടെ മനവും നിറഞ്ഞു, കണ്ണും നിറഞ്ഞു എന്നുള്ളതായിരുന്നു അവസ്ഥ. നെയ്മർക്ക് അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വേൾഡ് കപ്പ് കളിക്കണം. പലതവണ നെയ്മർ പറഞ്ഞതാ, ഇതെൻ്റെ അവസാന വേൾഡ് കപ്പാന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഏറെ ആഗ്രഹിച്ചതാണ്. പരിക്കൊന്നിന് പുറകെ ഒന്നായിട്ട് ഒരു വില്ലനെ പോലെ അദ്ദേഹത്തെ വേട്ടയാടി എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹമായിട്ട് ഈ വേൾഡ് കപ്പ് കിടന്നതാണ്. ആ ആഗ്രഹം അദ്ദേഹം സഫലമാക്കുന്നു. കാർലോ അഞ്ചലോട്ടിക്കും നമ്മൾ സല്യൂട്ട് അടിക്കണം. പരിക്ക് പറ്റിയൊരു താരത്തെ ഒന്നും നോക്കാതെ ടീമിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയിലുള്ള ഉറച്ച വിശ്വാസം, അതിന് നമ്മൾ കാർലോ അഞ്ചലോട്ടിക്ക് സല്യൂട്ട് അടിക്കണം. അദ്ദേഹത്തിന് കൈയടിക്കണം, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കണം ഓരോ നെയ്മർ ആരാധകരും. ഏതായാലും നെയ്മറുടെ കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിപ്പോൾ നമ്മൾ വിലയിരുത്താനൊന്നും ആയിട്ടില്ലല്ലോ. 10-15 മിനിറ്റല്ലേ കളിച്ചിട്ടുള്ളൂ. എങ്കിലും നമ്മളൊന്ന് പറയുന്നത് മാത്രം, ഒരുപാട് മാജിക്കൽ മൊമെൻറ്റ്സ് ഒന്നും കാണിക്കാനുണ്ടായിരുന്നില്ല. ഓൾറെഡി വിനി കളി തീരുമാനമാക്കി മാറ്റിയതാണ്. പിന്നെ വിനിയുടെ ഒരു ഹാട്രിക്കിന് വേണ്ടി ബ്രസീൽ അവസാന നിമിഷങ്ങളിൽ കളിച്ച പോലെ എനിക്ക് തോന്നിയത്. നെയ്മറിലേക്ക് കൊടുക്കുന്ന പന്തുകൾ സ്വാഭാവികമായിട്ടും ഡിഫൻഡേഴ്സ് അദ്ദേഹത്തെ പൊതിയാൻ വേണ്ടി ശ്രമിക്കുന്നു. അദ്ദേഹം ചില ട്വിസ്റ്റും ടേൺസും ഒക്കെ കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നെ മികച്ച കോർണറുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഗബ്രിയേൽ മഗല്ലസ് ഒരിക്കലും അത് കണക്ട് ചെയ്ത് ഗോളാക്കി എന്ന് തോന്നിപ്പോയി, പക്ഷേ ഡിഫൻഡർ തടഞ്ഞിട്ടു. അതർവൈസ് നെയ്മർക്കൊരു അസിസ്റ്റ് വന്നേനെ. എന്തായാലും മോശമല്ലാത്ത പ്രകടനം തന്നെ. ആ 15 മിനിറ്റ് കൊണ്ട് ചെയ്യുക എന്നുള്ളത് അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം പ്രധാനപ്പെട്ട കാര്യം നെയ്മർക്ക് വാല്യൂബിൾ മിനിറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അഞ്ചലോട്ടിയും അതാണ് ഉദ്ദേശിച്ചത്. കളി ഫേവറബിളായി നിൽക്കുമ്പോൾ നെയ്മർ ഇറക്കുമെന്നുള്ളത്. ഫേവറബിളായി നിന്നു, നെയ്മർ ഇറക്കി. അദ്ദേഹത്തിന് വാല്യൂബിൾ 15 മിനിറ്റ്സ് ലഭിച്ചു. 14 മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ കളിച്ചപ്പോഴേക്കും നിങ്ങൾക്കറിയോ, നെയ്മർ 3 കീ പാസുകൾ കൊടുത്തു. യെസ്, 14 മിനിറ്റിനുള്ളിൽ 14 മിനിറ്റ് കളിച്ച നെയ്മർ 3 കീ പാസുകൾ, 13 പാസുകൾ കൊടുത്ത നെയ്മർ 12 ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. 92% പാസിംഗ് ആക്യുറസി, 24 ബോൾ ടച്ച് ചെയ്തു. സോ മോശമല്ലാത്ത പ്രകടനത്തിലൂടെ തന്നെ നെയ്മർ വന്നിരിക്കുന്നു. ഇത് ഇവോൾവ് ചെയ്യും. വരും മത്സരങ്ങളിൽ കൂടുതൽ മിനിറ്റുകൾ ലഭിക്കും. നെയ്മർ അദ്ദേഹത്തിന്റെ പീക്കിലേക്ക് എത്തും. കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.